മഞ്ചേരി ഭരതകലാക്ഷേത്ര. മുള്ളമ്പാറ VK പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഭരതകലാക്ഷേത്രയുടെ 6ാം വാർഷികാഘോഷം സിനിമ സീരിയൽ താരം ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യബോധം മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ ഭരതകലാക്ഷേത്ര പോലെ പ്രമോസാറിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്താൻ ഇവർ പ്രയത്നിച്ച് നിങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യബോധത്തോടു കൂടി നടപ്പിലാക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഈ ധന്യമായ മുഹൂർത്തം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. കല എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരിടമാണ് 6 വർഷമായി മഞ്ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരതകലാക്ഷേത്ര. കൊച്ചു കുരുന്നുകൾ മുതൽ പ്രായമായവർ വരെ നിരവധി ആളുകളാണ് ഭരതകലാക്ഷേത്രയിൽ നൃത്തവും സംഗീതവും മറ്റ് വാദ്യോപകരണങ്ങളും അഭ്യസിക്കാനെത്തുന്നത്. പ്രായഭേദമന്യേ കലയെ ഇഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്നവരെ മികച്ച കലാകാരന്മാരാക്കി വാർത്തെടുക്കുന്നതിനുള്ള പരിശീലനമാണ് ഭരതകലാക്ഷേത്രയിൽ നൽകുന്നത്. നൃത്തം, സംഗീതം എന്നിവയുടെ ക്ലാസുകളും വീണ, വയലിൻ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളുടെ പരിശീലനവും ഭരതകലാക്ഷേത്രയിലുണ്ട്. ഭരതകലാക്ഷേത്രയിൽ ഇപ്പോൾ 135ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഇവിടെ നൃത്തവും സംഗീതവും അതോടൊപ്പം തന്നെ വീണ, വയലിൻ എന്ന വിഷയങ്ങളും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ വേണ്ടത്ര സ്ട്രെങ്തോടു കൂടി ഭരതകലാക്ഷേത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 135ഓളം വിദ്യാർത്ഥികളാണ് നിലവിലുള്ളത്. പരിപാടിയുടെ ഭാഗമായി ആദരിക്കൽ ചടങ്ങു നടത്തി. സംസ്ഥാന കലോത്സവ വിജയി ഋതുവർണ, മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ആര്യ സുരേന്ദ്രൻ, ഡോക്ടർ ബബിത, മോഹിനിയാട്ടം അവാർഡ് ജേതാവ് കലാമണ്ഡലം ഭാഗ്യേശ്വരി, അരുണോർമ അവാർഡ് ജേതാവ് കലാമണ്ഡലം സുശീല, കലാസാഗർ പുരസ്കാര ജേതാവ് കലാമണ്ഡലം അംബിക തുടങ്ങിയവരെയാണ് ആദരിച്ചത്. ഭരതകലാക്ഷേത്രയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തങ്ങൾ 6ാം വാർഷികാഘോഷ പരിപാടിക്ക് മാറ്റുകൂട്ടി. ഭരതകലാക്ഷേത്ര PTA പ്രസിഡന്റ് ചിറക്കൽ രാജൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഭരതകലാക്ഷേത്ര ഡയറക്ടർ പ്രമോദ് തൃപ്പനച്ചി, വാർഡ് കൗൺസിലർ മോഹനൻ, ശ്രീരാഗം അക്കാദമി ഡയറക്ടർ ഡോക്ടർ ദാമോദരൻ നമ്പൂതിരി, ത്രിനേത്ര അക്കാദമി ഡയറക്ടർ അഭിലാഷ് പട്ടയത്ത്, സീനിയർ വിദ്യാർത്ഥിനി സുമ, ഭരതകലാക്ഷേത്ര വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് PTV കേരള.